ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. നിങ്ങളെല്ലാവരും എന്നോട് സമ്മതിക്കും ആ കാര്യത്തിന്. അത് ഏത് ജാതിയിലായിരുന്നാലും, ഏത് മതത്തിലായിരുന്നാലും, ഏത് കാലഘട്ടത്തിലായിരുന്നാലും, ഏത് പ്രായത്തിലായിരുന്നാലും, ആരോടുകൂടിയായിരുന്നാലും, ഏത് രാജ്യത്തായിരുന്നാലും, ഏത് സമയത്തായിരുന്നാലും, മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും കുടുംബത്തിലും സമാധാനം ഉണ്ടെങ്കിൽ ഒരു സമാധാനമുണ്ട്. സമാധാനം ഉണ്ടെങ്കിൽ തന്നെ സമാധാനമുണ്ട്. കാരണം ഈ ദിവസങ്ങളിൽ കൗൺസിലിങ്ങിന് വന്നിട്ട് തന്നെ പറയുകയായിരുന്നു, ഓരോരുത്തർ വന്നിച്ച് പറയുകയായിരുന്നു, ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ആൾക്കാരും, എന്നാ ഈ കാശുമൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നാക്കെ ഉണ്ടാക്കി ഇവിടെ വന്ന് കിടന്ന് ഇതെല്ലാം സമ്പാദിച്ചെന്ന് പറഞ്ഞാലും സമാധാനമില്ലെങ്കിൽ എന്നതാച്ചാ? ഒരു ജീവിതമല്ലേ ആകെയുള്ളൂ. സമാധാനമില്ലെങ്കിൽ എന്നതാ? ഒന്നുമില്ല. നല്ല ഒന്നാന്തരം സേമിയ പായസം ഉണ്ടാക്കി വെച്ച് കോളാമ്പി വിളമ്പിയ എങ്ങനെ ഇരിക്കും നമുക്കറിയാമല്ലോ. ചില മധുരമോ ടേസ്റ്റോ കുറവാണേലും വല്ല പാത്രത്തിലെ വിലയേറെ വിളമ്പിയ നമുക്കിത് കഴിക്കാം. കോളാമ്പിക്കകത്ത് അമ്മച്ചി ഉപ്പത്തിന് കോളാമ്പിക്കകത്ത് വിളമ്പിയ അത് ആർക്ക് കഴിക്കാൻ പറ്റില്ല. കാര്യം ടേസ്റ്റൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ എന്നാ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാലും, കണ്ടാ കൊള്ളാമെങ്കിലും, എന്നാ പണം ഉണ്ടെന്ന് പറഞ്ഞാലും, എന്നാ സമ്പാദിച്ചാലും, മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് എന്തർത്ഥം ഇരിക്കുന്നത്? ജീവിതമെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, ജീവിതവും മരണവും. ഇതിന് റിഹേഴ്സൽ ഇല്ല, ഒരു രണ്ടാമതൊരു ചാൻസ് ഇല്ല, ഒരു ട്രയൽ ഇല്ല, ഒന്നുമില്ല. സമാധാനമാണ് എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത്. ബാക്കിയൊക്കെ ഇച്ചിരി കുറവാണെങ്കിലും കുടുംബജീവിതത്തിലൊരു സമാധാനം ഉണ്ടെങ്കിൽ ഒരു ഐശ്വര്യമുണ്ട് ജീവിതത്തിന്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണത്തിന്, തങ്കമ്മയും തെയ്യാമ്മയും ചേട്ടത്തി അനിയത്തിയാണെങ്കിൽ സങ്കല്പിക്കുക. തങ്കമ്മയെ കെട്ടിച്ചെടുത്ത് എല്ലാ സൗകര്യവും ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. ഫ്രിഡ്ജുണ്ട്, VCR ഉണ്ട്, TV ഉണ്ട്, കാറുണ്ട്, 2 നില കെട്ടിടമുണ്ട്, ചിപ്സ് ഉണ്ട്, അകത്ത് ജോലിക്കാര് പുറത്ത് ജോലിക്കാര് എല്ലാം ഉണ്ട്. ഒരു കുറവുമില്ല, സുഭിക്ഷമാണ്. പക്ഷെ ആ കെട്ടിയോന് തങ്കമ്മയെ കണ്ണെടുത്ത് കാണരുത്. അടുത്ത യൂസ്. നേരെ മറിച്ച് അനിയത്തി തെയ്യാമ്മയെ കെട്ടിച്ചെടുത്തോ, ഫ്രിഡ്ജും ഇല്ല, VCRും ഇല്ല, കാറും ഇല്ല, TV ഇല്ല, അകത്തും പുറത്തും ജോലിക്കാരും ഇല്ല, എല്ലാം തന്നെയാണ് ചെയ്യേണ്ടത്. കഷ്ടിച്ച് ജീവിക്കാനുള്ള മാർഗമുണ്ട്. പക്ഷേ ആ കെട്ടിയോൻ ആ പെണ്ണിനെ കൈവെള്ളം താക്കുകയാണ്. അവളോടൊന്ന് ചോദിച്ചു നോക്കിയേ, രണ്ടുപേരോടും ചോദിക്കേ, തെയ്യാമ്മ സുഖമാണോ, തങ്കമ്മ സുഖമാണോ? അന്നേരം അവർ എന്നാ മറുപടി പറയുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും, നമ്മുടെ കുടുംബത്തിലും, നമ്മുടെ സമൂഹത്തിലും, സഭയിലും, സമുദായത്തിലും, ഇടവകയിലും ഒക്കെ സമാധാനം ഉണ്ടാകാൻ എന്താ വേണ്ടത്? സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഓരോരുത്തർ ഓരോ മറുപടി പറയും. സമാധാനം നമ്മുടെ കുടുംബത്തിലോ പള്ളിയിലോ സമൂഹത്തിലോ കൂട്ടായ്മയിലോ സൊസൈറ്റിയിലോ ഒക്കെ ഉണ്ടാകണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, മനസാക്ഷിയുള്ള മനുഷ്യരുണ്ടാകണം. മനസാക്ഷിയുള്ള മനുഷ്യനുണ്ടാകാമെങ്കിൽ കണിശമായിട്ടും അവിടെ സമാധാനം ഉണ്ടാകും. കാരണം മനസാക്ഷിയുള്ള ഒരു മനുഷ്യൻ വ്യഭിചരിക്കാൻ പോവുകയില്ല, കൊലപാതകം ചെയ്യുകയില്ല, മായം ചേർക്കുകയില്ല. മനസാക്ഷിയുള്ള ഒരു ചേട്ടത്തി കണിശമായിട്ടും പാലിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കുകയില്ല. മനസാക്ഷിയുള്ള ഒരു ചേട്ടത്തി ചീഞ്ഞ മുട്ട അന്തെ കൊണ്ട് വിൽക്കുകയില്ല. മനസാക്ഷിയുള്ള ഒരു ഭാര്യയെ തല്ലുകയില്ല. മനസാക്ഷിയുള്ള ഭാര്യ ഭർത്താവ് വരുമ്പോൾ ശകലം ചായ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുകയില്ല. അപ്പം മനസാക്ഷിയുള്ള മനുഷ്യരുണ്ടാകാമെങ്കിൽ സമൂഹത്തിൽ കോടതി വേണ്ട, പോലീസ് സ്റ്റേഷൻ വേണ്ട, ജഡ്ജി വേണ്ട, പോലീസുകാർ വേണ്ട, ഒരു കുന്തവും വേണ്ട. മനസാക്ഷിയുള്ള മനുഷ്യരില്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും, നിങ്ങൾക്കും എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മുടെയൊക്കെ സമൂഹത്തില് നല്ല മനുഷ്യരെ കണ്ടാൽ കൊള്ളാമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. മനസാക്ഷിയുള്ള നല്ല മനുഷ്യരെ കാണാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കണിശമായിട്ട് നിങ്ങൾക്കെല്ലാം ആഗ്രഹമുണ്ട്. മനസാക്ഷിയും നല്ല സ്നേഹവും യാഗോജ്വലമായ അരൂപിയും പ്രാർത്ഥനാ ജീവിതവും എല്ലാം ഉള്ള നല്ല അച്ഛന്മാരെ വികാരിമാരായി കിട്ടിയാൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളെപ്പോലുള്ളവർക്ക് എന്ത് കൊതിയാണെന്നറിയാവോ? സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരെ കാണാൻ. പക്ഷെ മഷിയിട്ട് നോക്കിയാലും പലപ്പോഴും കാണാൻ വേണ്ട, പലപ്പോഴും കാണാനില്ല, പലപ്പോഴും അങ്ങനെയാണ്. അപ്പം നല്ല മനുഷ്യരെ നമുക്കെല്ലാം ആഗ്രഹമുണ്ട്. നിങ്ങൾക്കൊക്കെയും ആഗ്രഹമുണ്ട്. നമുക്ക് നല്ല അച്ഛന്മാർ വേണം, നല്ല കന്യാസ്ത്രീ വേണം, നല്ല ഡ്രൈവർമാർ വേണം, നല്ല കണ്ടക്ടർമാർ വേണം, നല്ല മനസാക്ഷിയുള്ള പോലീസുകാർ വേണം, ലീഡർമാർ വേണം, മന്ത്രിമാർ വേണം, എയറോഡ്രോമിലിരിക്കുന്ന ആൾക്കാർ നല്ല മനസാക്ഷിയുള്ളവരായിരിക്കണം. എല്ലായിടത്തും നല്ല മനസാക്ഷിയുള്ള മനുഷ്യരെ കിട്ടാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഭാര്യ ഭർത്താക്കന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ നല്ല മനസാക്ഷിയുള്ള മനുഷ്യരെ എവിടെ നമുക്ക് കിട്ടുന്നത്? ഫോറിൻ്റെ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ നമുക്ക് പ്രിന്റ് ചെയ്ത് അടിച്ചിറക്കാൻ പറ്റുമോ നല്ല മനസാക്ഷിയുള്ളവർ?
ബഹറിലധികം ഇല്ലെന്ന് വരില്ല. മസ്കറ്റിന് പോകുന്ന ആളിനോട് പറയാം, എടാ നിങ്ങൾ പോയിച്ച് വരുമ്പോഴത്തേക്കാണ് ഒരു 10 നല്ല മനുഷ്യരെ കൂടെ കൊണ്ടുവരും, അതിന് ചാർജ് രൂപ എത്രയെന്ന് പറഞ്ഞിട്ട് തന്നേക്കാം. സാധിക്കുമോ? ഈ നല്ല മനുഷ്യർ എവിടെയാണ് ഉണ്ടാകുന്നത്? മനുഷ്യൻ നല്ലതായാലും കൊള്ളാം, ചീത്തയായാലും കൊള്ളാം, കുടുംബത്തിലാണ് ഉണ്ടാകുന്നത്. യാതൊരു സംശയവുമില്ല. നല്ല മനുഷ്യരായാലും കൊള്ളാം, ചീത്ത മനുഷ്യരായാലും കുടുംബത്തിലാണ് മനുഷ്യർ ജനിച്ചു വളർന്നത്. നിങ്ങളെപ്പോലെയുള്ള മാതാപിതാക്കളെ ജനിപ്പിച്ച് വളർത്തിവിട്ട മനുഷ്യരേ ഇവിടെ ഉള്ളൂ. നമ്മൾ പലപ്പോഴും അച്ഛന്മാരെ കന്യാസ്ത്രീകളെ ചീത്ത പറയാറുണ്ടല്ലോ. ഈ അച്ഛന്മാരും കന്യാസ്ത്രീകൾ എവിടെ നിന്ന് വന്നതാ? നിങ്ങളെപ്പോലെയുള്ള മാതാപിതാക്കളെ ജനിപ്പിച്ച് വളർത്തി വിട്ടതാ. അപ്പൊ ഏതെങ്കിലും ഒരു അച്ഛനോ ഒരു കന്യാസ്ത്രീക്കോ പോരായ്മയോ, ഒരച്ഛന് കുടിക്കാൻ പോകുന്നതിന്, വ്യചരിക്കാൻ പോകുന്നതിന്, പെണ്ണ് പിടിക്കാൻ പോകുന്നതിനൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മാതാപിതാക്കളെ നിങ്ങൾ എന്നാ പറയണം? എന്റെ പിഴ, എന്റെ അപ്പന്റെ പിഴ, എന്റെ വല്യപ്പന്റെ പിഴ. തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ ജനിപ്പിച്ചു വിട്ട മക്കളല്ലേ ഉള്ളൂ. നിങ്ങൾ വളർത്തിവിട്ടത് കൊടവതിയാരെ കാണുന്നത്. അപ്പോൾ ഏത് മനുഷ്യൻ നല്ലതായാലും കൊള്ളാം, ചീത്തയായാലും കൊള്ളാം, കുടുംബത്തിൽ ജനിച്ചു വളർന്നവരെ ഉള്ളൂ. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന 2 അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ എൻവയറമെന്റ് ആൻഡ് ട്രഡീഷൻ. പാരമ്പര്യവും സാഹചര്യവുമാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മനഃശാസ്ത്രപ്രകാരം. ഒന്ന് പാരമ്പര്യം, ഭർത്താവിന്റെയും ഭാര്യയുടെയും മാതാപിതാക്കളുടെ പാരമ്പര്യം, അവരുടെ വൈകാരിക രോഗങ്ങള്, ശാരീരിക രോഗങ്ങള്, അവരുടെ വൈകല്യങ്ങള്, ചാബല്യങ്ങള്, സ്വഭാവ ദൂഷ്യം, ശാരീരികമായി ഉണ്ടാകുന്ന രോഗങ്ങള്, അതൊക്കെ മക്കളെ ബാധിക്കും. ഉദാഹരണത്തിന് ഒരു അപ്പനോ അമ്മയ്ക്കോ പാണ്ടി രോഗം, വിക്ക് രോഗം, ത്വക്ക് രോഗം, ചർമ്മരോഗം ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്കും അത് ബാധിക്കാം. പിന്നെ അവരുടെ ഈ പിടിവാശി, ദുർവാശി, അതൊക്കെ മക്കളെ കുറെ സ്വാധീനിക്കും. ട്രഡീഷൻ. രണ്ടാമത്തേത് എൻവയറമെന്റ്. പ്രത്യേകിച്ച് 7 വയസ്സ് വരെ ഒരു കുട്ടിക്ക് എന്ത് സാഹചര്യം ആ കുടുംബത്തിൽ കിട്ടുന്നത് അതായിരിക്കും ഭാവിയിൽ ആ കുട്ടി. ലോകം കണ്ട മനഃശാസ്ത്രജ്ഞന്മാരിലെ ഏറ്റവും പ്രമുഖനായ ഒരു മനഃശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ഗ്ലാസർ. അദ്ദേഹം റിയാലിറ്റി തെറപ്പി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 12 വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ ഭാര്യാഭർത്തക്കന്മാരുടെ ഇടയിലുള്ള റിസർച്ചിന്റെ ഫലമായി 12 വർഷം ലക്ഷക്കണക്കിന് ഭാര്യാഭർത്തക്കന്മാരെ ഗവേഷണം നടത്തിയതിനു ശേഷം അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് റിയാലിറ്റി തെറപ്പി. അതിനകത്ത് ഒരധ്യായമുണ്ട്. ആ അധ്യായത്തിനകത്ത് അദ്ദേഹം പറയുകയാണ്, 7 വയസ്സ് വരെ ഒരു മാതാപിതാക്കള് ഒരു കുട്ടിയെ എങ്ങനെ വളർത്തുമോ അതായിരിക്കും ഭാവിയിൽ ആ മനുഷ്യൻ. ഉദാഹരണത്തിന് 7 വയസ്സ് വരെ കുടുംബത്തിൽ ജീവിക്കും, ഉണ്ടാകുന്നത് പോലെ 7 വയസ്സ് വരെ അപ്പനും അമ്മയും കൂടി എപ്പോഴും വഴക്കും ചീത്തയും തെറിയും അടിയും തല്ലും ബഹളവും ആണോ, കണിശമായിട്ടും ആ കുട്ടി ഈ സമൂഹത്തിനും സമുദായത്തിനും സഭയ്ക്കും ഒരു ഭാരമായിരിക്കും. ആരുടെയെങ്കിലുമൊക്കെ തല്ല് വാങ്ങിക്കുകയും ദേണ്ടാധീനം കാണിക്കുകയും അവന്റെ അമർഷങ്ങൾ, സബ്കോൺഷ്യസിൽ കിടക്കുന്ന അമർഷങ്ങളെല്ലാം പ്രകടിപ്പിക്കുകയും നശിച്ച ഒരു മനുഷ്യനായിട്ടത് മാറുകയും ചെയ്യും. 7 വയസ്സ് വരെ എങ്ങനെ വളർത്തുമോ അതായിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യൻ നല്ലതായിരുന്നാലും കൊള്ളാം, ചീത്തയായിരുന്നാലും കൊള്ളാം, അവൻ കുടുംബത്തിലാണ് ജനിച്ചു വളരുന്നത്. കുടുംബമാണ് മനുഷ്യനെ വാർത്തെടുക്കുന്ന ഉല. എങ്കിൽ കുടുംബം ശരിയായാൽ നല്ല മനസാക്ഷിയുള്ള മനുഷ്യർ ഇവിടെ ഉണ്ടായിക്കൊള്ളൂ എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നല്ല കുടുംബങ്ങൾ ഉണ്ടാകാവോ? ഇവിടെ പോലീസ് സ്റ്റേഷനും വക്കീലും വക്കാലത്തും പോലീസും കോടതിയും ഒന്നും വേണ്ട. കുടുംബം ശരിയാകാമെങ്കിൽ എല്ലാ തസ്തികകളിലും തുറകളിലും സ്നേഹമുള്ള, പരിശുദ്ധമായ, നിർമ്മലമായ, നിഷ്കളങ്കമായ മനസാക്ഷിയുള്ള നല്ല മനുഷ്യരിവിടെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ കുടുംബത്തിലും സമൂഹത്തിലും സമുദായത്തിലും സമാധാനം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ കുടുംബം ശരിയാകാമെങ്കിൽ ബാക്കിയെല്ലാം ശരിയായിക്കൊള്ളും. അതുകൊണ്ട് ഇനി നമുക്ക് തുടർന്ന് 1-2 ദിവസത്തേക്ക് കുടുംബജീവിതത്തെക്കുറിച്ചാണ് അല്പം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കുടുംബജീവിതത്തെക്കുറിച്ച് അല്പം വിശദമായിട്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ ദിവസങ്ങളോളം എടുക്കും. കാരണം സാധാരണ ഈ ദമ്പതി കാരിസം ധ്യാനം നടത്തുമ്പോൾ 10-15 ക്ലാസ് കുടുംബത്തെക്കുറിച്ച് തന്നെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പം ദീർഘസമയങ്ങൾ ഉണ്ടെങ്കിൽ വിശദീകരിച്ച് നമുക്ക് അതേപ്പറ്റി കാണാൻ പറ്റും. എങ്കിലും ചുരുങ്ങിയ ഒരു 3-4 ക്ലാസ്സിനകത്ത് ഇതിൽ പ്രസക്തമായി നിങ്ങൾ ചിന്തിക്കേണ്ട ചില ഭാഗങ്ങളിലേക്ക് ഒന്ന് കടക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഈ 3-4 ദിവസം 100-150 പേർക്ക് കൗൺസിലിംഗ് കൊടുത്തതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് കുടുംബജീവിതത്തിന്റെ പരിപാവനതയും പവിത്രതയും ഈശോമിശിഹായുടെ സങ്കല്പത്തിലേത് എന്തെന്ന് ഇനിയും ആരും തന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എന്റെ മനസാക്ഷി പറയുന്നത്. അതുകൊണ്ടാണ് ആ ലൈനിൽ അല്പം ഒന്ന് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം നിങ്ങൾ ഈ ഇരിക്കുന്നവര് ഭൂരിഭാഗവും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇവിടെ ഇരിക്കുന്നവരിലെ കല്യാണം കഴിച്ച ആൾക്കാരെ ഒന്ന് കൈപൊക്കാവോ, ഒന്നറിയാൻ വേണ്ടി എന്തുമാത്രം ഉണ്ടെന്ന്. എന്റെ മാതാവേ, പ്രൈസ് ദി ലോർഡ്. യെസ്, അതുകൊണ്ട് ഇതിന് തന്നെ ഊന്നൽ കൊണ്ട് സംസാരിക്കാൻ ഞാൻ വിചാരിക്കുക.
നമ്മൾ ഈ കരിസ്മാറ്റിക് ധ്യാനം എന്ന് പറഞ്ഞ് വരദാനങ്ങളെക്കുറിച്ചും ദർശനത്തെക്കുറിച്ചും രോഗശാന്തിയെക്കുറിച്ചും വണ്ടർഫുൾ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറയൊന്നും ഉറപ്പിക്കാതെ ശരിയാകുകയില്ല. അതുകൊണ്ട് ഈ ധ്യാനത്തിനകത്ത് നമ്മൾ മുഖ്യമായിട്ട് അട്ടിച്ച് തേച്ച് കഴുകി ഒരു നല്ല ഉറപ്പിട്ട് ഒരടിക്കല്ലിട്ട് തറയിട്ടൊന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുക. കാരണം നമ്മൾ മൂളിക്കൊണ്ട് കതിരെ കൊണ്ട് വളം വെച്ചിട്ട് ഒരു കാര്യമില്ല. വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ സമയമായിട്ടില്ല. അതുകൊണ്ട് കുടുംബജീവിതത്തെക്കുറിച്ച് അല്പം ചിന്തിക്കാം. കുടുംബജീവിതം ആരംഭിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങളോട് ചോദിക്കേണ്ട നിങ്ങൾക്കറിയാം. വിവാഹം എന്ന് പറയുന്ന കൂദാശയോടുകൂടിയാണ് കുടുംബജീവിതം ആരംഭിക്കുന്നത്. കാരണം വിവാഹം എന്ന് പറയുന്ന കൂദാശ സ്വീകരിക്കാൻ നിങ്ങൾ വന്നു നിന്നപ്പോൾ പാട്ടുകാര് പാടിയത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകുമല്ലോ. പുതിയ കുടുംബത്തിൻ കതിരുകൾ അണിഞ്ഞു എന്ന് പറഞ്ഞ് പാടിയത്. അപ്പം കുടുംബം ആരംഭിച്ചത് അവിടെയാണ്. വിവാഹം എന്ന് പറയുന്ന കൂദാശയോടുകൂടിയാണ്. അതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് വിടുകയാണ്. ആ കൂദാശ കൊണ്ട് ഒന്ന് ആരംഭിക്കാം എന്ന് വിചാരിക്കുകയാണ്. മക്കളെ, എന്തായി വിവാഹം എന്ന് പറയുന്ന കൂദാശ എന്ന് പറയുന്നത്? വിവാഹം എന്ന് പറയുന്ന കൂദാശ എന്ന് പറഞ്ഞാൽ എന്നതാ? ആർക്ക് വേണേലും ഒരു മറുപടി പറയാം. കാണാതെ പഠിച്ച കുറെ നിർവചനം പറയണമെന്നില്ല, അനുഭവത്തിൽ നിന്ന് വേണേലും പറയാം. ഒന്നറിയാമല്ലോ എന്ന് വിചാരിച്ച എന്നതാ ഈ വിവാഹം എന്ന് പറയുന്ന കൂദാശ എന്ന് പറഞ്ഞാൽ? അവിടെ കൊണ്ട് നമുക്ക് തുടങ്ങാം. രണ്ടാത്മാക്കൾ ഒരു ശരീരമാകുക, അതാണ് വിവാഹം എന്ന് പറയുന്ന കൂദാശ. കൊള്ളാം, ശരി. ദൈവമേ, 5, 8, 10 പിള്ളേരായി. കൂദാശ എന്നാണ് ഇപ്പോഴും അറിയത്തില്ല. എന്തായി വിവാഹം എന്ന് പറയുന്ന കൂദാശ എന്ന് പറഞ്ഞാൽ? യെസ്, പരസ്പര സ്നേഹത്തിലൂടെയും ത്യാഗത്തിലൂടെയും കാൽവരിയിലെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അതിന് കല്യാണം കഴിക്കണം. യെസ്, നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാ മക്കളെ. നാം ഓരോരുത്തരും എടുത്തിരിക്കുന്ന അന്തസ്സിനെ കുറിച്ച് പലപ്പോഴും നമുക്ക് കാഴ്ചപ്പാടില്ല. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ഞാനിപ്പം ഇവിടെ ഈ ഉടുപ്പ് കിട്ടുന്നുണ്ട് പ്രസംഗിക്കുന്നു. പൗരവത്യ ദൈവവിളി ഞാൻ എടുത്തു. 14 വർഷം ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയച്ചാണ് ഈ പദവി സ്വീകരിച്ചത്. അതുപോലെ ശ്രേഷ്ഠമായ ഒരു പദവി, ഒരു ദൈവവിളി അല്ലേ വിവാഹം എന്ന് പറയുന്ന കൂദാശ? 14 വർഷം പോയിട്ട്, 14 മാസം പോയിട്ട്, 14 ആഴ്ച പോയിട്ട്, 14 ദിവസമെങ്കിലും ഇരുന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങി ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? കല്യാണം ആലോചിച്ചു, ചെറുക്കന് ഗൾഫിലാണ് ജോലി, ഉറപ്പിച്ചു. നോക്കണേ, നമുക്ക് വേണ്ടത്ര ഒരുക്കമില്ലാത്തത് കൊണ്ട് പറ്റുന്ന പ്രശ്നം. ഞാൻ വിവാഹം എന്ന് പറയുന്ന കൂദാശയുടെ നിർവചനമോ ഡെഫിനിഷനോ കാണാതെ പഠിച്ചതോ പുസ്തകത്തിലോ ഒന്നും പറയാൻ പോവുകയില്ല. എന്റെ സഹോദരങ്ങളായ നിങ്ങൾ കൂദാശയിലൂടെ എന്ത് ജീവിക്കണമെന്ന് അതിന്റെ ആന്തരികമായ അർത്ഥം മാത്രം ഒന്ന് പറയാമെന്ന് വിചാരിക്കുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഈശോമിശിയുടെ വചനത്തിൽ നിന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. വിവാഹം എന്ന് പറയുന്ന കൂദാശ എന്ന് പറയുന്നത് സ്വന്തം ജീവിതത്തിൽ ഈശ്വരനെ അനുഭവിച്ചുകൊണ്ട് തന്റെ ജീവിത പങ്കാളിക്ക് ഈശ്വരനെ അനുഭവിക്കാൻ സഹായിക്കുന്ന ഒരു കൂദാശയാണ്. അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. സ്വന്തം ജീവിതത്തിൽ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് തന്റെ ജീവിത പങ്കാളിക്ക് ദൈവത്തെ അനുഭവിക്കാൻ സഹായിക്കുന്ന ഒരു കൂദാശയാണ്. കാരണം, ഞാനത് പറയാൻ കാരണം, ഈശോമിശിയ വിവാഹമെന്ന് പറയുന്ന കൂദാശയെ ഉപമിച്ചിരിക്കുന്നത് ഈശോമിശിഹായും സഭയും തമ്മിലുള്ള ബന്ധത്തോടാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഈശോമിശിഹായില്ലാതെ സഭയില്ല, സഭയില്ലാതെ ഈശോമിശിഹായില്ല. ഈശോമിശിഹായും സഭയും തമ്മിലുള്ള ബന്ധമാണ്, ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം ഈശോമിശിഹ സ്ഥാപിച്ചിരിക്കുന്നതും പൗലോസ് അപ്പോസ്തലൻ അത് ആവർത്തിച്ചു പറഞ്ഞിട്ടുമുണ്ട്. എന്താണ് ഈശോമിശിഹായും സഭയും തമ്മിലുള്ള ബന്ധം? അനുവദനീയമല്ലാത്ത ധാർമ്മിക സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരക്കം പാച്ചിൽ നടത്തിയത് കൊണ്ട് ദൈവത്തിന്റെ സ്നേഹ ശൃംഖലയിൽ നിന്ന് മനുഷ്യരാശി എന്നേക്കുമായിട്ട് അകന്നുപോയി. പിതാവിനെ കാണാനുള്ള കവാടം അടഞ്ഞുപോയി. ഈശോമിശിഹ വന്നു പിതാവായ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട്. പിതാവും ഞാനും ഒന്നാണ്. അങ്ങനെ പിതാവിനെ അനുഭവിച്ചുകൊണ്ട് ഭൂമിയിൽ വന്നിട്ട് തന്റെ മണവാട്ടിയായ സഭയ്ക്ക് പിതാവായ ദൈവത്തെ അനുഭവിക്കാൻ അടഞ്ഞുപോയ കവാടം തുറന്നു കൊടുത്തു, കുരിശിൽ മരിച്ചുകൊണ്ട്. അപ്പം താൻ പിതാവിനെ അനുഭവിച്ചുകൊണ്ട് മണവാട്ടിയായ സഭയ്ക്ക് പിതാവായ ദൈവത്തെ അനുഭവിക്കാൻ തന്റെ ജീവിതം കരുവാക്കി മാറ്റി. അത് ആ ഈശോമിശിഹായ സഭയിൽ തമ്മിലുള്ള ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തെ ഈശോമിശിഹ ഉപമിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
സ്വന്തം ജീവിതത്തിൽ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് തന്റെ ജീവിത പങ്കാളിക്ക് ദൈവത്തെ അനുഭവിക്കാൻ സഹായിക്കുന്ന ഒരു കൂദാശയാണ്. ഇവിടെ ഇരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിച്ചോണം, നിങ്ങൾ ജീവിക്കുന്നത് സത്യത്തിൽ വിവാഹം എന്ന് പറയുന്ന കൂദാശയാണോ എന്ന്. കാരണം നിങ്ങളുടെ ഭാര്യ, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഭർത്താവിനോട് തന്റെ ഭാര്യ ജീവിതത്തിൽ എന്തെങ്കിലും, ചേട്ടൻ എന്റെ കഴുത്തിൽ താലി വെച്ച് എന്നെ ഭാര്യയായിട്ട് സ്വീകരിച്ച് ചേട്ടന്റെ കൂടെ ഞാൻ താമസിക്കാൻ തുടങ്ങിയ പിന്നെ സത്യത്തിൽ ഞാൻ ഈശോയെ അറിഞ്ഞതും അനുഭവിച്ചതും എന്നേതെങ്കിലും ഒരു ഭാര്യ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണിശമായിട്ടും ആ ഭർത്താവ് ഈശോ മിശിഹായുടെ സങ്കല്പത്തിലെ വിവാഹം എന്ന് പറയുന്ന കൂദാശയിലെ ഭർതൃപദവി അവൻ ജീവിച്ച് വിജയിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഭർത്താവിനോട് അങ്ങനെ ഒരു ഭാര്യ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭർത്താവ് ദയവ് ചെയ്ത് കൈയൊന്ന് പൊക്കുക. അതാണ് ചുരുക്കത്തിൽ ഈശോ മിശിഹായുടെ സങ്കല്പത്തിലെ ഏതെങ്കിലും ഭർത്താവ് ഇവിടെയുണ്ടോ? ആട്ടെ, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാര്യയോട് തന്റെ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞോ, മോളെ എടി നിന്റെ കഴുത്തെ താലി വെച്ച് നിന്നെ എന്റെ ഭാര്യയായിട്ട് എന്റെ കയ്യിൽ കിട്ടി നിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയ പിന്നാടി ഞാൻ ഈശോ മിശിഹായെ അറിഞ്ഞതും അനുഭവിച്ചതും. ആ ഭാര്യ കൈവക്ക് പറഞ്ഞോ? ഭാര്യ വന്നിട്ടുണ്ടോ? ഭാര്യ വന്നിട്ടുണ്ടോ? എന്തിയെ പറഞ്ഞോ മോളെ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എങ്കിൽ ആ മനുഷ്യൻ പുരോഹിതന്റെ സ്തുതി അർഹിക്കുന്നു. കർത്താവിന്റെ സങ്കല്പത്തിലെ ഭർതൃപദവി അവൻ ജീവിച്ചിട്ടുണ്ട്. തന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയ പിന്നെയാ ഞാൻ ദൈവത്തെ അറിഞ്ഞതെന്ന് ഈ ഭാര്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതാണ് വിവാഹം എന്ന് പറയുന്ന കൂദാശയുടെ അർത്ഥം. അത് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ എന്നതാ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് പറഞ്ഞത്? എടി നിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയ പിന്നെയാ ഞാൻ ഭദ്രകാളിയെ പരിചയപ്പെട്ടത്. അതാണോ പറഞ്ഞത്? പിന്നെ എന്നതാ പറഞ്ഞത്? അതുകൊണ്ട് ചിന്തിച്ചു നോക്കണം. ദൈവത്തിന്റെ സങ്കല്പത്തിലെ ആ കുടുംബജീവിതത്തിലെ ആണിത്തറയായ ആ കൂദാശയുടെ അർത്ഥം അത് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. ഒന്നാമതായിട്ട് ഇവിടെ ഇരിക്കുന്ന ഭാര്യമാര് ചിന്തിച്ചു നോക്കുക, ഞാൻ എന്തിനാ ഒരു ഭർത്താവിനെ, ഒരു പുരുഷനെ ഭർത്താവായി സ്വീകരിച്ചത്? ഇപ്പം ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയും, എനിക്കൊരു താങ്ങും തണലും ആരേലും വേണ്ടേ അച്ഛാ? ഞാനൊരു വള്ളിയല്ലേ, പിടിച്ചു കയറിപ്പോ ആ മരം വേണ്ടേ? എന്നെ സ്നേഹിക്കാൻ ഒരാള് വേണ്ടേ? എന്നെ പരിചരിക്കാൻ ഒരാള് വേണ്ടേ? ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭാര്യമാരും ചിന്തിച്ചോണം, ഞാൻ ഒരു പുരുഷനെ ഭർത്താവായി സ്വീകരിച്ചത് എന്നെ സ്നേഹിക്കാനല്ല. അച്ഛൻ സംഗതി കുഴപ്പിക്കുന്ന ഇടപാടായില്ലേ? ഞാനൊരു പുരുഷനെ ഭർത്താവായി സ്വീകരിച്ചത് എന്നെ സ്നേഹിക്കാനല്ല, എനിക്ക് സ്നേഹിക്കാനാണ്. മറക്കരുത്, അത് മറക്കരുത്. ഞാനൊരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചത് എന്നെ സ്നേഹിക്കാനല്ല, എനിക്ക് സ്നേഹിക്കാനാണ്. അതാണ് കൂദാശയുടെ അർത്ഥം. എന്റെ ഹൃദയത്തിൽ ഒത്തിരി സ്നേഹമുണ്ട്, അത് കൊടുക്കാൻ എനിക്കൊരു പെണ്ണിനെ വേണം. അതിനാ അവളെ ഭാര്യയായിട്ട് സ്വീകരിച്ചത്. എന്റെ സ്നേഹം കൊടുക്കാനാ. എനിക്ക് ഒത്തിരി സ്നേഹമുണ്ട്, അത് കൊടുക്കാൻ ഒരു പുരുഷൻ വേണം. സ്നേഹം കൊടുക്കാനാ, എന്നെ സ്നേഹിക്കാനല്ല, എനിക്ക് സ്നേഹിക്കാനാ. കാരണം ഈശോ മിശിഹാ വന്നത് മണവാട്ടിയായ സഭയുടെ സ്നേഹം വാങ്ങിക്കാനല്ല, മരിച്ച് അവളെ സ്നേഹിക്കാനാ. അവിടെ സ്നേഹം വാങ്ങിക്കാനല്ല മിശിഹാ വന്നത്, പിന്നെയോ മരിച്ച് അവളെ സ്നേഹിക്കാനാ. അവൾ ചെയ്ത എല്ലാ അകൃത്യങ്ങളും മറന്ന് അവൾക്ക് വേണ്ടി മരിച്ച് അവൾക്കൊരു പുനർജന്മം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു മിശിഹായുടെ ധർമ്മം. എങ്കിൽ വിവാഹമെന്ന് പറയുന്ന കൂദാശ എന്ന് പറയുന്നതെങ്കിൽ മറക്കലാണ്, മരിക്കലാണ്, പുനർജന്മമാണ്. മറക്കരുത് ഞാൻ പറഞ്ഞ വാചകം. എങ്കിൽ കൂദാശ മറക്കലാണ്, മരിക്കലാണ്, പുനർജന്മമാണ്. എന്റെ ജീവിത പങ്കാളിയുടെ എല്ലാ വീഴ്ചകളെയും മറക്കുകയും എന്നെ തന്നെ സ്വയം മറക്കുകയാണ്. ജീവിത പങ്കാളിക്ക് വേണ്ടി മരിക്കുകയാണ്. ജീവിത പങ്കാളിയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ടുകൊണ്ട് ഞാനൊരു പുനർജന്മം കണ്ടെത്തുകയാണ്. എങ്കിൽ അത് മറക്കലാണ്, മരിക്കലാണ്, പുനർജന്മമാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സ്വർഗത്തിന്റെ ഒരു ചെറിയ പതിപ്പ് ഭൂമിയിൽ സൃഷ്ടിക്കലാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന സ്വർഗീയ അനുഭൂതിയുടെ ഒരു പതിപ്പ് ഭൂമിയിൽ സൃഷ്ടിക്കലാണ്. നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക ശൈലിയിൽ 3 തരത്തിൽ ഞാനിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, സ്വയം ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് തന്റെ ജീവിത പങ്കാളിക്ക് ഈശ്വരനെ അനുഭവിക്കാൻ സഹായിക്കുന്ന കൂദാശയാണ്. അതായത് എന്റെ സ്വഭാവവും സഹനവും ക്ഷമയും സ്നേഹവും
പ്രാർത്ഥനയും എല്ലാം കണ്ടിട്ട് ഈ ത്യാഗോജ്വലമായ സ്നേഹത്തിലൂടെ ജീവിത പങ്കാളി ആ ദൈവത്തെ അറിയുകയും കണ്ടെത്തുകയും ചെയ്യണം. അത് മനസ്സിലാക്കിയിരിക്കുക. പലപ്പോഴും നമ്മുടെ ദൈവവിളിയുടെ ആന്തരികമായ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അതിനുവേണ്ടി നമുക്ക് നിലകൊള്ളാൻ സാധിക്കാത്തത്. ഞാൻ ഓർക്കുകയായിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 35 വർഷങ്ങൾക്ക് മുൻപ് സെമിനാരിയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭരണങ്ങാനം അൽഫോൻസാമ്മയുടെ പള്ളിയിൽ തിരുനാളിന് ഒരു ഫിലിം പ്രദർശനം ഉണ്ടായിരുന്നു. ജ്ഞാനസുന്ദരി എന്ന് പറയുന്ന ഒരു സിനിമ പ്രദർശനം പള്ളിമുറ്റത്ത് നടത്തി. സെമിനാരിയുടെ വകയായിട്ട് ഒരു ബുക്ക് സ്റ്റോൾ ഞങ്ങൾ അവിടെ നടത്തുന്നുണ്ടായിരുന്നു. ആ ബുക്ക് സ്റ്റോളിൽ ഇരുന്നുകൊണ്ട് ഞാൻ ആ സിനിമ അന്നൊന്ന് കാണാനിടയായി. അതിനകത്തെ ഒരു രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട്. വിവാഹമെന്ന് പറയുന്ന കൂതാശ സ്വീകരിച്ചിരിക്കുന്ന എല്ലാ ഭാര്യാഭർത്താക്കന്മാരും ആ രംഗം ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ സംഭവം മാത്രം ഞാനൊന്ന് ചുരുക്കി പറയാം. ഇവിടെ ഇരിക്കുന്ന ഭാര്യാഭർത്താക്കന്മാര് ഭാര്യാഭർത്തൃ സ്നേഹം എന്തായിരിക്കണമെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കിക്കോണം. അതായത്, നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, നല്ല തികഞ്ഞ സൗന്ദര്യമുള്ളൊരു ചെറുപ്പക്കാരൻ, അവനെ കണ്ടാൽ ആരും രണ്ടാമതൊന്നുകൂടെ നോക്കും. ഇവനെ സുന്ദരിയായ ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നു. ഇവർ രണ്ടും തമ്മിൽ പ്രേമമായി. വർഷങ്ങൾ അയലൊക്കത്താ താമസം. വർഷങ്ങൾ കഴിഞ്ഞ് ഇവരെ സ്നേഹം അങ്ങോട്ട് മൂർച്ഛിച്ച് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. രണ്ടുപേരുടെയും വീട്ടുകാർ എതിർപ്പും. എന്നാൽ ഇവര് കല്യാണം കഴിക്കുന്നെങ്കിൽ ഇവരല്ലാതെ വേറെ ഇല്ലെന്ന് അവർ ഉറച്ചു തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഒരു ദിവസം സന്ധ്യ സമയത്ത് കുളിയും കഴിഞ്ഞ് ഈ പെൺകുട്ടി ഒരു ഓലത്തിലും എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ട് ഒരു പാട്ടും പാടി ഒരു വനാന്തരത്തിലൂടെ കുളിയും കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ്. മാലിനി എന്നാ ഈ പെൺകുട്ടിയുടെ പേര്. അങ്ങനെ പോകുമ്പോൾ നായാട്ടിന് വന്ന കാട്ടാള രാക്ഷസന്മാരുടെ കണ്ണിൽ അവൾ പെട്ടു. ഈ രാക്ഷസന്മാരെ അവളെ സമീപിച്ച് അവളുടെ ശരീരവടിവും സൗന്ദര്യം കണ്ടപ്പോൾ അവളെ ഒന്ന് നുകരാനും ശാരീരികമായി ഉപയോഗിക്കാനും സമീപിച്ചു. അവൾ പറഞ്ഞു, എന്റെ ശവത്തേലല്ലാതെ ജീവിച്ചിരിക്കുന്ന എന്റെ ശരീരത്തെ നിങ്ങൾ ഒരിക്കലും തൊടുകയില്ല. ഞാൻ ഒറ്റ പുരുഷനെ സ്നേഹിച്ചിട്ടുള്ളൂ. ഞാൻ എന്റെ മനസ്സും ജീവനും ജീവിതവും അവന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ ജീവിതത്തിലേക്ക് ആർക്കും കടന്നു വരാൻ സാധ്യമല്ല. ഒരേ ഒരാളിനെ ഞാൻ സ്നേഹിച്ചു. എന്റെ മനസ്സ് ഞാൻ അവന് കൊടുത്തു കഴിഞ്ഞു. ഇവള് വഴങ്ങുകയാണെന്ന് മനസ്സിലായപ്പോൾ ഈ കാട്ടാള രാക്ഷസന്മാര് രണ്ടുപേരെ ഇവളെ വട്ടം പിടിച്ചു. മൂന്നാമതൊരുത്തൻ അവിടെ കൈ രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് വലിച്ചു പിടിച്ചു. നാലാമതൊരുത്തൻ ഒരു വെട്ടുകത്തിയെടുത്ത് ഒരൊറ്റ വെട്ടും കൊടുത്തു. കൈയുടെ ഇവിടെ വച്ച് രണ്ട് കൈയും മുറിഞ്ഞുപോയി. ചോരയ്ക്കകത്ത് കുളിച്ച് അവൾ വീണ് കിടക്കുകയാണ്. ഈ കൈപ്പത്തികൾ രണ്ടും കിടന്ന് ഇങ്ങനെ പടയ്ക്കുക. സിനിമയിൽ നല്ല ഭംഗിയായിട്ട് കാണിക്കുന്നുണ്ട്. ഇവന്മാര് ഇവളെ ഇട്ട് ചോടുകയും ചെയ്തു. ഓടിക്കഴിഞ്ഞപ്പോൾ ദൂരെ ഒരു മരത്തേല് ഒരു കുരങ്ങിരുന്നുകൊണ്ട് ഈ രംഗം കണ്ടു. ഈ കുരങ്ങ് ഓടി വന്നിട്ട് ചിരട്ട കൊണ്ട് കുറച്ച് വെള്ളം കോരി അതിന്റെ മുഖത്തൊഴിക്കുകയും കുറെ പച്ചിലകൾ കടിച്ച് അതിന്റെ മുറിവറ്റ കൈകളിൽ കൊണ്ട് വെക്കുകയും ചെയ്യുന്നത് വളരെ ഹൃദയസ്പർശിയ ഒരു രംഗമാണ്. അത് കഴിഞ്ഞ് 2-3 ദിവസം ആ കുട്ടി അങ്ങനെ കിടന്ന് അവൾ എഴുന്നേൽക്കുകയാണ്. മുറിവെല്ലാം ചോരയെല്ലാം അങ്ങനെ ഉണങ്ങി ഒട്ടിപ്പിടിച്ച് ആ കുട്ടി മരിച്ചില്ല. ഏതായാലും അവൾ എഴുന്നേറ്റ് ഈ മുറിഞ്ഞ 2 കൈയുമായിട്ട് വനാന്തരത്തിൽ നിന്നിറങ്ങി തൊട്ടടുത്ത വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടുകാർ അന്തിച്ചുപോയി. അവളുടെ ആഗ്രഹപ്രകാരം കുറെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഷോൾ എടുത്ത് അവളെ പുതപ്പിച്ചു. എന്നിട്ട് ഒരു സേറ്റിപ്പിനെല്ലാം കുത്തിക്കൊടുത്തു. എന്നിട്ട് ഈ ഷോളിനകത്ത് ഈ മുറിക്കൈ രണ്ടും ഇങ്ങനെ മടക്കി വെച്ചോണ്ട് അവള് റോഡിലൂടെ ഇറങ്ങി നടക്കുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഇവളെ കാണാതെ 2-3 ദിവസമായിട്ട് ഇവിടെ പേരും വിളിച്ചുകൊണ്ട് ഊണ് ഉറക്കമില്ലാതെ പേപ്പട്ടിയെ പോലെ ഓടി നടക്കുന്ന അവളുടെ കാമുകനെ കാണാതെ മനസ്സ് നീറുന്ന മാലിനി. രണ്ടുപേരും പരസ്പരം കാണാൻ എന്താ സംഭവിച്ചെന്ന് അറിയാതെ വിഷമിക്കുക. അങ്ങനെ ഇവൻ ഇവിടെ പേരും വിളിച്ചു കൂപ്പി ഇങ്ങനെ വനത്തിലൂടെ നടക്കുമ്പോൾ ദൂരേന്ന് ഷോള് പതച്ച് ഒരു സ്ത്രീ വരുന്നത് അവൻ കണ്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവന് മനസ്സിലായി അവന്റെ കാമുകിയാണ് എന്നവന് മനസ്സിലായി. അവൻ കുതിര പായുന്നത് പോലെ ശക്തിയായി ഓടി അണച്ചു വരികയാണ്. ഇവളുടെ അടുത്തേക്ക് വന്ന് കാമുകിയാണെന്ന് മനസ്സിലായി, മറ്റത് കാമുകനാണെന്ന് മനസ്സിലായി. വന്നു നിന്നിട്ട് അവന് ആ അരിച്ചവും സങ്കടവും ദേഷ്യവും എല്ലാം ഒതുക്കിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് എന്ത് സംഭവിച്ചു? നീ എവിടെയായിരുന്നു? 3-4 ദിവസമായിട്ട് നീ എവിടെയാ? ഞാൻ നിന്നെ കാണാതെ ഊണ് ഉറക്കമില്ലാതെ വിഷമിച്ചെങ്കിൽ നീ അതെല്ലാം അങ്ങോട്ട് പ്രകടിപ്പിച്ചു. അവൻ ശാന്തമായി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇനിയും നിങ്ങൾക്ക് ഒരിക്കലും എന്നെ നിങ്ങളുടെ ഭാര്യയായി സ്വീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്നെ എന്നേക്കുമായി മറന്നു കളയുക. അവൻ അങ്ങോട്ട് അരിശവും കലിയും കൂടെ വന്നു. എടീ വഞ്ചകി, ദ്രോഹി,
നീ എന്നെ ചതിക്കുകയായിരുന്നു, വഞ്ചിക്കുകയായിരുന്നല്ലേ, നീ ആരാണ്ടോടെ പുറകെ പോയേച്ച് നീ എന്നെ ഒറ്റിക്കൊടുക്കുകയായിരുന്നു, വഞ്ചിക്കുകയായിരുന്നല്ലേ. അവൻ വായി വന്ന് അടിക്കാൻ ഊങ്ങിയെങ്കിലും അടിച്ചില്ല, വായി വന്ന് ചീത്തയും തെറിയെല്ലാം പറഞ്ഞു. അപ്പോഴും അവള് ഈ മുറിക്കൈ രണ്ടും കാണിക്കുന്നില്ല, പുതപ്പിനകത്ത് ഇങ്ങനെ മൂടി വെച്ചിരിക്കുക. ഇവന്റെ അരിശം കുറെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ അല്ലാതെ മറ്റാരെയും സ്നേഹിച്ചിട്ടില്ല, മറ്റാരും എൻ്റെ ശരീരത്തെ തൊട്ടിട്ടില്ല, മറ്റാർക്കും എൻ്റെ ജീവിതത്തിൽ ഇനി സ്ഥാനമില്ല, നിങ്ങളല്ലാതെ. നീ എന്നതാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ നിനക്ക് സംഭവിച്ചത്? നീ എവിടെയായിരുന്നു? പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഭാരമാകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത്രമാത്രം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ കൂടെ നിങ്ങൾ സന്തോഷമായി ജീവിക്കണമെന്നാണ് എൻ്റെ ഏക ആഗ്രഹം. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചാൽ ഞാൻ നിങ്ങൾക്ക് എന്നും ഒരു ഭാരമായിരിക്കും. നിങ്ങളുടെ ഒരു കർച്ചീഫ് ഇനി അലക്കി തരാൻ ഞാൻ എന്നെ കൊണ്ട് സാധ്യമല്ല, കൈ കാണിക്കുന്നില്ല. നേരം ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ നിവർത്തിയില്ല. ഞാൻ ഒരിക്കലും നിങ്ങൾക്കൊരു ഭാരമാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ മുറിക്കൈ രണ്ടും അവളങ്ങ് തുറന്നു വെറുപ്പ് അങ്ങോട്ട് മാറ്റിയിട്ട് അവൻ അന്തിച്ചുപോയി. എന്ത്? എന്റെ പ്രിയതമ്മയുടെ രണ്ട് കൈകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൾ ആ മുറിക്കൈ കൊണ്ട് അവന്റെ ഇങ്ങനെ തടവിക്കൊണ്ട് അവൾ അങ്ങ് മുട്ടുകുത്തി. ഞാൻ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായി കഴിഞ്ഞുകൊള്ളാം. നിങ്ങൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം. ഞാൻ ഈ ഓർമ്മ കൊണ്ട് മാത്രം കഴിഞ്ഞുകൊള്ളാം. നിങ്ങൾ എന്നെ എന്നേക്കുമായി മറന്നുകൊള്ളുക എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞോണ്ട് വട്ടം പിടിച്ചു. ഇങ്ങനെ തോളൻ ഇങ്ങനെ പിടിച്ച് ഇനി പൊക്കിയെടുത്തു. മോളെ എന്ന് പറഞ്ഞ് പൊക്കിയെടുത്തു. മോളെ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക്. അവന് സങ്കടമുണ്ട്, വിഷമിച്ചവൻ പറയുന്നത്. മോൾ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക്. അവൾ നിന്നുകൊണ്ട് ഈ കരച്ചിൽ തന്നെ. ഉടനെ അവനെ അവിടെ ഈ താടിക്ക് പിടിച്ച് പതുക്കെ ഇങ്ങനെ പൊക്കിയിട്ട് പറഞ്ഞു, എൻ്റെ മോൾ ഒരു നിമിഷം എൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക്. അവൾ കരഞ്ഞോണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഉടനെ അവൻ പറഞ്ഞു, പനി നീർമലരിനൊരിതൾ കൊഴിഞ്ഞാലും കാന്തി കുറഞ്ഞിടുമോ, നിന്തളിർമീന് കൈപോയാലും ചന്തം കുറഞ്ഞിടുമോ. പനി നീർമലരിനൊരിതൾ കൊഴിഞ്ഞാലും കാന്തി കുറഞ്ഞിടുമോ, നിന്തളിർമീന് കൈപോയാലും ചന്തം കുറഞ്ഞിടുമോ. പനിനീർ പുഷ്പത്തിന് അതിന്റെ ഒരു ഇതൾ കൊഴിഞ്ഞു പോയാൽ എവിടെ അതിന്റെ മനോഹാരിതയും കാന്തിയും കുറയാൻ? നിന്തളിർ മെയ്യിന് കൈപോയാലും ചന്തം കുറഞ്ഞിടുമോ. എനിക്ക് ഭാര്യയായി നീയല്ലാതെ മറ്റാരും വേണ്ട. വട്ടമവളെ ഇറുത്തി കെട്ടിപ്പിടിച്ച് രണ്ട് കവളത്തും മാറി മാറി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നീ തന്നെയായിരിക്കും എന്റെ ഭാര്യ. എന്നെ സംരക്ഷിക്കാനല്ല ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നത്, നിനക്ക് സംരക്ഷണം തരാനാണ്. ഞാനായിരിക്കും ഇന്നു മുതൽ നിന്റെ രണ്ട് കൈകളും. പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരെ, എങ്കിൽ കൈയില്ലേലും സ്നേഹിക്കാം, കാലില്ലേലും സ്നേഹിക്കാം. എന്റെ ഭർത്താവിന് ജീവനുള്ള ബീജം പുറപ്പെടുവിക്കാൻ സാധ്യമല്ലെന്ന് പ്രഗത്ഭനായ ഡോക്ടർ വിധി എഴുതിയാലും സ്നേഹിക്കാം. എന്റെ ഭാര്യയ്ക്ക് ഗർഭം ധരിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞാലും സ്നേഹിക്കാം. കാരണം എന്നെ സ്നേഹിക്കാനല്ല, എനിക്ക് സ്നേഹിക്കാനാണ്. എങ്കിൽ അവൾ ഏത് സൈസായിരുന്നാലും എനിക്ക് സ്നേഹിക്കാം, അവൻ ഏത് സൈസായിരുന്നാലും എനിക്ക് സ്നേഹിക്കാം. അതാണ് കൂദാശയുടെ അർത്ഥം. 3 വർഷങ്ങൾക്ക് മുൻപ് ഗുജറാത്തിൽ ദമ്പതികൾക്ക് വേണ്ടി ഞാനൊരു ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ കരിസ്മാറ്റിക് ഗ്രൂപ്പിലെ ആൾക്കാർ വന്നുവെച്ച് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റിൽ തൊട്ടടുത്ത് 2 മുറിയിലെ സ്ത്രീകൾ തമ്മിൽ അല്പം ടെൻഷനുണ്ട്, അച്ഛൻ വരണം അതൊന്ന് കൈകാര്യം ചെയ്യാൻ. വരാമല്ലോ മക്കളെ എന്ന് പറഞ്ഞു. പോയി. എന്നാ പ്രശ്നം? അവിടെ ചെന്നപ്പം കണ്ട സംഭവം, ഭർത്താവ് ബ്രെയിൻ ഹെമറേജ് വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് 16 വർഷമായി, മക്കളില്ല. 16 വർഷങ്ങൾക്ക് അപ്പുറത്ത് ഭർത്താവിന് ബ്രെയിൻ ഹെമറേജ് വന്നതാണ്. ഒരു ശവം പോലെ കിടക്കുകയാണ്. 16 വർഷമായി രാത്രിയിലും പകലും അവനെ അന്വേഷിക്കുന്ന, സന്തോഷത്തോടു കൂടി അന്വേഷിക്കുന്ന ഭാര്യ ശവം പോലെ കിടക്കുക, ബോധമില്ല. 16 വർഷമായി. ഒരു ഡോക്ടർ ആഴ്ച 2 ദിവസം വന്ന് പരിശോധിക്കും, മരുന്ന് കൊടുക്കും, എല്ലാം ചെയ്യും. ആ ഡോക്ടറുടെ ഭാര്യയും ഡോക്ടറാണ്. ഈ ഡോക്ടർ അത്യാവശ്യമായി 1 മാസത്തെ കോഴ്സിന് അമേരിക്കയ്ക്ക് പോയി. ആ സമയത്ത് ഭാര്യ ഡോക്ടറോട് പറഞ്ഞു, ഈ പേഷ്യന്റിനെ ഒന്ന് നോക്കിയേക്കണം, ഞാൻ വരുന്നവരത്തേക്ക് ഇന്ന പോലൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അവള് ഭർത്താവ് അമേരിക്കയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ ലേഡി ഡോക്ടർ, ഭാര്യയായ ലേഡി ഡോക്ടർ ഈ കിടക്കുന്ന രോഗിയുടെ അടുത്തേക്ക് ചെന്നു. സ്ത്രീയോട് കാണിക്കുന്ന പരിഗണനയോ സഹതാപമായിരിക്കാം ഇയാളെ നോക്കി പരിശോധിച്ച് ശേഷം ഈ കിടക്കുന്ന മനുഷ്യന്റെ 16 വർഷമായി കിടക്കുന്ന ഈ മനുഷ്യന്റെ ഭാര്യയോട്
ഈ ലേഡി ഡോക്ടർ പറഞ്ഞു, തെയ്യാമേ ഈ ഭാര്യയുടെ പേര്, തെയ്യാമേ, ഈ മരുന്നിന്റെ അളവ് നിങ്ങൾ ഇച്ചിരി കുറയ്ക്കാമെങ്കിൽ താമസിയാതെ അങ്ങേരെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞുകൊള്ളും. ഇതങ്ങോട്ട് പറഞ്ഞു തീരുകയും അവള് ആ ഡോക്ടറുടെ ചെവിക്കല്ല് തീർത്ത ഒറ്റ വീക്ക് വെച്ചു കൊടുത്തു. 4 കാരണം പറഞ്ഞ് കണ്ണാടിയും പൊട്ടി, ഇവിടെയെല്ലാം മുറിഞ്ഞ് 3-4 കുത്തിക്കെട്ടും. അന്ന് അവർ തമ്മിൽ ബന്ധം ഉടഞ്ഞതാ. ആ ബന്ധം ഒന്ന് സ്ഥാപിക്കാന് എന്നെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. ആ സ്ത്രീ പറയുകയായിരുന്നു, അച്ഛാ, ദൈവം എനിക്ക് തന്ന എന്റെ പങ്കാളി 16 വർഷമായി ശവം പോലെ കിടക്കുന്ന ഈ മനുഷ്യന് ആരെ ഏൽപ്പിച്ചാൽ ഇതിനെ ഒന്ന് സംരക്ഷിക്കും. ശവം പോലെ കിടക്കുന്ന ഈ മനുഷ്യനെ ഏത് സ്ത്രീയെ ഏൽപ്പിച്ചാൽ സന്തോഷത്തോടെ ഈ പരാതി കൂടാതെ ഈ ഭർത്താവിനെ ഒന്ന് സംരക്ഷിക്കും. ദൈവം തമ്പുരാൻ മുകളിൽ ഇരുന്നുകൊണ്ട് ഭൂമിയിലേക്ക് നോക്കി, അച്ഛാ, എന്നെയാ എന്റെ കർത്താവ് തെരഞ്ഞെടുത്തത്, ഞാൻ എങ്ങനെ കർത്താവിനോട് നന്ദി പ്രകടിപ്പിക്കും? കർത്താവ് എന്നെയാ തെരഞ്ഞെടുത്തത് ഈ പുരുഷനെ നോക്കാൻ. ഈ സ്ത്രീ പറയുക, ഈ മരുന്ന് കുറച്ചാൽ അവൻ മരിച്ചോട് വന്ന് ഞാൻ എങ്ങനെ തല്ലാതിരിക്കും അച്ഛാ? എത്ര വർഷം അവന് ദൈവം ജീവൻ കൊടുക്കുമോ ഞാൻ സംരക്ഷിച്ചിരിക്കും. ഈ ശവം പോലെ ഞാൻ ഈ മനുഷ്യനെ 24 മണിക്കൂറും എന്റെ കൈവെള്ളയിൽ നിന്ന് കൊതുക് കടിക്കാൻ ഞാൻ നോക്കിയിരിക്കും. അതെന്റെ ധർമ്മമാണ്. തന്റെ ദൈവവിളിയെക്കുറിച്ചുള്ള ഒരു ഭാര്യയുടെ ബോധം കണ്ടോ? അതാണ് എന്നെ സ്നേഹിക്കാനല്ല, എനിക്ക് സ്നേഹിക്കാൻ. ഇപ്രകാരമുള്ള ഒരു ധാർമ്മിക അവയർനെസ് ബോധം തന്റെ ദൈവവിളിയെക്കുറിച്ച്, ദൈവത്തിന് ഞാൻ കൊടുത്ത കമ്മിറ്റ്മെന്റിനെ കുറിച്ച്, വാഗ്ദാനത്തെക്കുറിച്ച്, വിവാഹ ഉടമ്പടിയെക്കുറിച്ച് ഒരു മനുഷ്യന് ബോധമുണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യന്റെ ജീവിത പങ്കാളി കണിശമായിട്ടും ദൈവത്തെ അനുഭവിച്ചേനെ. അങ്ങനെ തങ്ങളുടെ വിളിയെക്കുറിച്ചുള്ള ആ ബോധ്യമില്ലായ്മയാണ് നമ്മുടെ കുടുംബം ഇന്ന് ഇപ്രകാരം തകരുന്നത്. ഭർത്താവ് ഭാര്യയെ തല്ലുന്നതും ഭാര്യയും ഭർത്താവും ചീത്ത പറയുന്നതും ഉൾക്കൊള്ളാൻ സാധിക്കാത്തതും ദൈവത്തിലത് സ്നേഹിക്കാൻ സാധിക്കാത്തതും കടന്ന് കുഴയുന്നതിന്റെ കർത്തം ദൈവത്തിന് ഞാൻ കൊടുത്ത വാഗ്ദാനത്തെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ്. ഭാര്യ ഭർത്താക്കന്മാരായ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നിങ്ങൾ മരിക്കുന്നത് വരെ ഇന്ന പോലൊക്കെ ജീവിച്ചോളാമെന്ന് വാക്ക് കൊടുത്തത് നിങ്ങളുടെ ഭാര്യയ്ക്കല്ല, നിങ്ങളുടെ ഭർത്താവിനല്ല, സർവശക്തനായ ദൈവത്തിനാണ്. പൗരവത്യ പദവിയെടുക്കുന്നവനും വിവാഹമെന്ന് പറയുന്ന കൂതാശ സ്വീകരിക്കുന്നവനും ഉടമ്പടി ചെയ്യുന്നത് ദൈവത്തോടാണ്. ഇറ്റ്സ് എ കവനന്റ് ഡയറക്ട്ലി മെയ്ഡ് ബൈ ദ വിക്ടിം. ഞാൻ എന്ന വ്യക്തി ദൈവത്തോട് നേരിട്ട് ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്, വാഗ്ദാനമല്ല. ഇത് ഉടമ്പടിയാണ്. ഇസ്രായേൽ ജനവും യഹോവയും തമ്മിലുള്ള ബന്ധം പോലത്തെയുള്ള ഒരു ഉടമ്പടിയാണത്. ആ ഉടമ്പടിയെക്കുറിച്ച് ആഴമേറിയ ബോധ്യമുണ്ടാകണം. ആ സത്യം മനസ്സിലാക്കിയിരിക്കുക. അതാണ് കൂദാശയുടെ ആന്തരികമായ അർത്ഥം. എങ്കിൽ ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനോടും ഒരു ഭർത്താവിന് ഒരു ഭാര്യയോടും ഉണ്ടായിരിക്കേണ്ട സ്നേഹം ശൂന്യവൽക്കരിക്കുന്ന സ്നേഹമാണ് ഉണ്ടായിരിക്കേണ്ടത്. സെൽഫ് എംപ്റ്റിയിങ് ലവ്, കെനോസിസ്. കുരിശുരൂപത്തെ നോക്കിയാൽ കാണാം അതെന്താണെന്ന്. ശൂന്യവൽക്കരിക്കുന്ന സ്നേഹം, മുഴുവനായി ഇല്ലായ്മ ചെയ്യപ്പെടുന്നത്. എന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഞാൻ ഒന്നുമല്ലാതായി മാറുന്ന സ്നേഹം, അതാണ് ശൂന്യവൽക്കരിക്കുന്ന സ്നേഹം. അതുപോലെ തന്നെ വിവാഹമെന്ന് പറയുന്ന കൂദാശ സ്വീകരിക്കുന്ന ഒരു ഭാര്യ, ഒരു ഭർത്താവ് തന്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കേണ്ട സ്നേഹം സമർപ്പിക്കുന്ന സ്നേഹമാണ്, സ്വയം സമർപ്പിക്കുന്ന സ്നേഹമാണ്, ദാനം ചെയ്യുന്ന സ്നേഹമാണ്. ദാനം ചെയ്യുന്ന സ്നേഹം. ഈ മൈക്ക് ഞാൻ പള്ളിക്ക് ദാനം ചെയ്താൽ എനിക്ക് പിന്നെ ഇതിന്റെ മേൽ യാതൊരു അവകാശവുമില്ല. അതുപോലെ തന്നെയാണ് വിവാഹമെന്ന് പറയുന്ന കൂദാശയിലൂടെ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും ദാനം ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കോരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 7-ാമത്തെ അധ്യായം 3, 4, 5, 6, 7 വാക്യങ്ങൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്: ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം, ഭർത്താവിനാണ്. ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അധികാരം അവനല്ല, ഭാര്യയ്ക്കാണ്. എന്തെങ്കിലും മാരകമായ ഒരു രോഗം പിടിപെട്ടതിന്റെ പേരിൽ ഭർത്താവ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ അവനൊരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്തോ എന്ന് അനുമതി കൊടുക്കാൻ അവൻ കഴുത്തെ താലിവെച്ച ഭാര്യയ്ക്കല്ലാതെ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. അവന്റെ അപ്പനോ അവന്റെ അമ്മയ്ക്കോ പെങ്ങന്മാർക്കോ ചേച്ചിമാരോ ചേട്ടന്മാരോ അനിയന്മാരോ നൊന്ത് പ്രസവിച്ച തള്ളയോ ആരുമല്ല തീരുമാനിക്കുന്നത്, അവന്റെ ഭാര്യ തീരുമാനിക്കും. ഓപ്പറേഷൻ വേണോ വേണ്ടയോ, എവിടെ കൊണ്ടുപോകണം, എപ്പോ കൊണ്ടുപോകണം, ഭാര്യ തീരുമാനിക്കുന്നത്. ഭാര്യയുടെ അവകാശം കഴിഞ്ഞേ ആർക്കും അവകാശമുള്ളൂ. ഭർത്താവിന്റെ അവകാശം കഴിഞ്ഞ് ഭാര്യയുടെ മേൽ ആർക്കുമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മത്തായി 19 യേശു പ്രകാരം പറഞ്ഞത്, ഈ കാരണത്താൽ അവൻ അപ്പനെയും അമ്മയെയും മാറ്റി തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും. വിവാഹം കഴിച്ച ഒരു പുരുഷന്
ദൈവം കഴിഞ്ഞാൽ ആദ്യത്തെ വ്യക്തി ഭാര്യയാണ്, അത് കഴിഞ്ഞിട്ട് അപ്പനും അമ്മയേ ഉള്ളൂ. അതുപോലെ തന്നെ വിവാഹിതയായ ഒരു സ്ത്രീക്ക് ദൈവം കഴിഞ്ഞാൽ ഭർത്താവ് കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. ഈ സത്യയാഥാർത്ഥ്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ദാനം ചെയ്യുന്ന സ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം. എങ്കിൽ കൂദാശ ജീവിക്കുന്ന ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിനോട് ഭാര്യയ്ക്കോടും ഉണ്ടായിരിക്കേണ്ടത് ക്ഷമിക്കുന്ന സ്നേഹം. എന്തെല്ലാം ജീവിത പങ്കാളിയുടെ ഭാഗത്തുനിന്ന് പ്രശ്നമുണ്ടായാലും കൂദാശ ജീവിക്കുന്നുവെന്ന് ബോധ്യമുള്ള ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടും ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനോടും എന്ത് ചെയ്താലും ക്ഷമിക്കാതിരിക്കാൻ സാധ്യമല്ല. രമ്യപ്പെടുന്ന സ്നേഹം. എന്തെല്ലാം പ്രശ്നമുണ്ടായാലും പടിഞ്ഞാറെ ചക്രവാളത്തിൽ സൂര്യൻ സന്ധ്യയ്ക്ക് വിശ്രമത്തിന് വേണ്ടി താഴുമ്പോൾ കൂദാശ ജീവിക്കുന്ന ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടും ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനോടും രമ്യപ്പെടാതിരിക്കാൻ നിവർത്തിയില്ല. കെട്ടിപ്പടുക്കുന്ന സ്നേഹം, വളർത്തുന്ന സ്നേഹം, ഊഷ്മളമായ സ്നേഹം, വ്യവസ്ഥയില്ലാത്ത സ്നേഹം, മുറിയപ്പെടാത്ത സ്നേഹം, ഉടമ്പടിയുടെ സ്നേഹം. 12 തരത്തിൽ ഞാനിപ്പോൾ തിരിച്ചിട്ടു. ഉദാശ ജീവിക്കുന്ന ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിനോട് ഭാര്യയ്ക്ക് ഉണ്ടായിരിക്കേണ്ട സ്നേഹം: ശൂന്യവൽക്കരിക്കുന്ന സ്നേഹം, സമർപ്പിക്കുന്ന സ്നേഹം, ദാനം ചെയ്യുന്ന സ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം, രമ്യപ്പെടുന്ന സ്നേഹം, വളർത്തുന്ന സ്നേഹം, അതുപോലെ തന്നെ ഊഷ്മളമായ സ്നേഹം, വ്യവസ്ഥയില്ലാത്ത സ്നേഹം, മുറിയപ്പെടാത്ത സ്നേഹം, ഉടമ്പടിയുടെ സ്നേഹം. ഈ പറഞ്ഞ സ്നേഹം നിങ്ങൾ തമ്മിൽ എല്ലാ സാഹചര്യത്തിലും നിലനിർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കാണിച്ചാലും അത് കൂദാശയായിട്ട് മാറും. എന്ത് ചെയ്താലും കൂദാശയായിട്ട് മാറും. ഭാര്യാഭർത്തക്കന്മാരുടെ വിവാഹം എന്ന് പറയുന്ന കൂദാശ സ്വീകരിച്ചു എന്നാരും ധരിക്കരുത്. സ്വീകരിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളുടെ കൂദാശ ബാഹ്യമായി സ്വീകരിച്ച് തീരുന്നത് നിങ്ങളിൽ ഒരാൾ മരിക്കുമ്പോഴാണ്. കുമ്പസാരം എന്ന് പറയുന്ന കൂദാശ എപ്പോഴാണ് പൂർത്തിയാകുന്നത്? പോയി മുട്ടുകുത്തി, തീർന്നില്ല. പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു, തീർന്നില്ല. അച്ഛൻ നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തു, തീർന്നില്ല. അച്ഛൻ പ്രായശ്ചിത്തം കൊടുത്തു, തീർന്നില്ല. അച്ഛൻ പാപമോചനം കൊടുത്തു, ഇപ്പോൾ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശ തീർന്നു. ഇതുപോലെ വിവാഹമെന്ന് പറയുന്ന കൂദാശ സ്വീകരിക്കാൻ നിങ്ങൾ ആരംഭം ഇട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ കൂദാശകളുടെയും കാർമ്മികൻ അച്ഛനാണെങ്കിൽ വിവാഹമെന്ന് പറയുന്ന കൂദാശയുടെ കാർമ്മികൻ ആരാന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഞാനങ്ങ് പറഞ്ഞേക്കാം, ദമ്പതികളാണ്. ആരാന്ന് ചോദിച്ച് നിങ്ങൾ ഗ്രഹപ്പഴയ്ക്ക് അച്ഛനാ കാർമ്മികൻ എന്ന് പറഞ്ഞാൽ കുഴഞ്ഞു. അതുകൊണ്ട് കാർമ്മികരെ ഭാര്യയും ഭർത്താവുക. ബാക്കിയുള്ള എല്ലാ കൂദാശകളുടെയും കാർമ്മികൻ അച്ഛനാണെങ്കിൽ വിവാഹമെന്ന് പറയുന്ന കൂദാശയുടെ കാർമ്മികൻ ഭാര്യയും ഭർത്താവുക. അച്ഛൻ അത് മുദ്ര ചെയ്യുന്ന സാക്ഷി മാത്രമാണ്. കാരണം നിങ്ങൾ ജീവിതത്തിൽ മരിക്കുന്നത് വരെ കൂദാശ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, സ്വീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ മേൽ സൂചിപ്പിച്ച ആ സ്നേഹം നിലനിർത്താമെങ്കിൽ നിങ്ങൾ എന്ത് കാണിച്ചാലും അതെല്ലാം കൂദാശ ജീവിക്കുക. കൂദാശ ജീവിക്കുക. ഭാര്യ രാവിലെ എഴുന്നേറ്റ് കടുങ്കാപ്പി അനത്തി ഭർത്താവിന് കൊടുത്താൽ കൂദാശ, കൂദാശയാണ്. മുറ്റമടിച്ച കൂദാശ, ഷട്ടും മുണ്ട് വലയ്ക്ക കൂദാശ, തേങ്ങാ ചിരണ്ടിയ കൂദാശ, കൊച്ചിനെ കുളിപ്പിച്ച കൂദാശ, ഒരുമിച്ച് കൊടക്കീഴ പള്ളി പോയ കൂദാശ, ഒരുമിച്ചിരുന്ന് പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ച കൂദാശ, ഒരുമിച്ച് ശയിച്ചാൽ കൂദാശ, ചുംബനം കൊടുത്ത കൂദാശ, എല്ലാം കൂദാശ. എപ്പോഴാ? മേൽപ്പറഞ്ഞ സ്നേഹം, ഈ 10 തരം സ്നേഹം ഞാൻ മേൽ പറഞ്ഞല്ലോ, അത് നിലനിർത്തിയാൽ ഈശോമിശിഹായ സഭയും തമ്മിലുള്ള ബന്ധം പോലുള്ള സ്നേഹം, ആ സ്നേഹം നിലനിർത്താമെങ്കിൽ നിങ്ങൾ തൊട്ടാലും പിടിച്ചാലും എല്ലാം സ്നേഹമാണ്. ഇല്ലെങ്കിൽ കാട്ടിക്കൂട്ടുന്നത് മുഴുവനും വേശ്യാവൃത്തിക്ക് അനുയോജ്യമായ ഫലങ്ങൾ. ഭാര്യാഭർത്താക്കന്മാർക്ക് ദൈവശാസ്ത്രപ്രകാരം സ്നേഹം പ്രകടിപ്പിക്കാൻ 7 അടിസ്ഥാന മാർഗങ്ങളാണ് ഉള്ളത്. അതേ ചുറ്റിപ്പറ്റിയ ബാക്കി മുഴുവൻ നിൽക്കുന്നത്. ദൈവശാസ്ത്രപ്രകാരം സ്ഥായിയായ 7 മാർഗങ്ങളാണ് ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കാനുള്ളത്. കത്തെഴുതുക, കണ്ടുമുട്ടുക, സംസാരിക്കുക, സ്പർശിക്കുക, ചുംബിക്കുക, ആലിംഗനം ചെയ്യുക, ലൈംഗിക ബന്ധം നടത്തുക. അതാണ് 7 മാർഗങ്ങൾ. അപ്പൊ നോക്കിക്കേ, ദൈവശാസ്ത്രപരമായ 7ാമത്തെ അത്യുച്ചകോടിയിലെ 7ാമത്തെ ഏറ്റവും വലിയ സ്നേഹപ്രകടനമാണ് ലൈംഗിക ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്ര പരിശുദ്ധമായി അതിനെ കൈകാര്യം ചെയ്യേണ്ടത്, അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ അടയാളങ്ങളെല്ലാം കൗദാശിക അടയാളങ്ങളായിട്ട് മാറും എപ്പോഴാ? ഈ പറഞ്ഞ സ്നേഹം ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഈ സ്നേഹം ജീവിക്കുന്നുണ്ടെങ്കിൽ, കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക്, നിസാര പ്രശ്നങ്ങൾക്ക് തമ്മിൽ അടിയും വഴക്കും വക്കാണവും ചീത്തയും തെറിയും ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മാനുഷിക ദൈവവിളി പോലും അവിടെയില്ല. ഈ 5-6 ദിവസമായി കൗൺസിലിംഗ് നടത്തുകയായിരുന്നല്ലോ, എത്രയോ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലായി ടെൻഷൻസ് ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മക്കളെ,
ഈ പാരമ്പര്യവും സാഹചര്യവുമാണ് മനുഷ്യനെ വാർത്തെടുക്കുന്നതെന്ന്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റണ്ടും ഷണ്ടയും ഉണ്ടാക്കി കുടിച്ചും വഴക്കും ചീത്തയും തെറിയും പറഞ്ഞാണ് കഴിയുന്നതെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ച് മുൻകൂട്ടി മൂടിയേക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം സമുദായത്തിനും സമൂഹത്തിനും സഭയ്ക്കും ഭാരങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ എത്രയോ ഭേദമാണ് ആ കുഞ്ഞുങ്ങളെ ഒഴിവാക്കുന്നത്. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, നിങ്ങളുടെ അലക്ഷ്യമായ ജീവിതത്തിലൂടെ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതവുമാണ് നശിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കിയിരിക്കണം. ഇനിയും വിവാഹമെന്ന് പറയുന്ന കൂരാശ പൂർത്തീകരിക്കപ്പെടുന്നത് ഇനി ഒരു കാര്യം കൂടെ ജീവിക്കുമ്പോഴാണ്. എന്നതാ? ചാരിത്രശുദ്ധി. ചാരിത്രശുദ്ധി ജീവനേക്കാൾ തൂക്കമുള്ള വിലയുള്ള ഒരു വലിയ മൂല്യമാണ് ചാരിത്രശുദ്ധി എന്ന് പറയുന്നത്. ദാമ്പത്യ വിശുദ്ധി, കൊഞ്ചുകൾ ചാസ്റ്റിറ്റി. എന്താണ് ഈ ചാരിത്രമെന്ന് പറഞ്ഞാൽ? ചാരിത്രശുദ്ധി എന്ന് പറഞ്ഞാൽ എന്നതാ? ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക പറഞ്ഞാൽ, തന്റെ ലൈംഗികതയെ തിരുസഭയുടെ നടപടി പ്രകാരം അനുവദനീയമായ ഏക വ്യക്തിയുമായി പങ്കുവെക്കുന്നതാണ് ചാരിത്രം. തന്റെ ലൈംഗികതയെ തിരുസഭയുടെ നടപടി പ്രകാരം അനുവദനീയമായ ഏക വ്യക്തിയുമായി പങ്കുവെക്കുന്നതാണ് ചാരിത്രശുദ്ധി. തിരുസഭയുടെ നടപടി പ്രകാരമെങ്കിൽ ഒരു പുരോഹിതന് തന്റെ ലൈംഗികത ലോകത്തിൽ ആരുമായി പങ്കുവെക്കാൻ സാധ്യമല്ല. ഒരു കന്യാസ്ത്രീക്ക് ആരുമായി പങ്കുവെക്കാൻ സാധ്യമല്ല. അവിവാഹിതനായ ഒരു പുരുഷന് അവിവാഹിതയായ ഒരു സ്ത്രീക്ക് അനുവദനീയമായ ഈ ലോകത്തിൽ ആരുമില്ല എങ്കിൽ തിരുസഭയുടെ നടപടി പ്രകാരം അനുവദനീയമായ ഏക വ്യക്തിയുമായി പങ്കുവെക്കുക. എങ്കിൽ വിവാഹം കഴിച്ച ഒരു പുരുഷനും സ്ത്രീക്കും സഭയുടെ നടപടി പ്രകാരം അനുവദനീയമായ ഏക വ്യക്തി ആരാ? തന്റെ ജീവിത പങ്കാളി. അത് മാത്രം ഓർത്തോണം. അതുകൊണ്ട് അത് ചിന്തിച്ചോണം. അതുകൊണ്ട് ആദ്യമായിട്ട് ചിന്തിക്കുക, ഒന്നാമതായിട്ട് ഞാൻ കഴുത്തിൽ താലി വെച്ച എന്റെ ഭർത്താവ് എന്റെ ഭാര്യയോടല്ലാതെ ലോകത്തിൽ ഒരു സ്ത്രീയുടെയും നഗ്നതയെ ദർശിക്കാനോ സ്പർശിക്കാനോ എനിക്ക് അവകാശമില്ല. അതുപോലെ എന്റെ കഴുത്തെ താലി വെച്ച ആ ഭർത്താവിനല്ലാതെ മറ്റൊരു വ്യക്തിക്കും എന്റെ ലൈംഗികതയെ അനുഭവിക്കാൻ സാധ്യമല്ല. പക്ഷെ ചിന്തിച്ചു നോക്കണം, ലോകത്തിൽ മറ്റാരെങ്കിലുമായി ലൈംഗിക സവിശേഷതയെ പങ്കുവച്ചിട്ടുണ്ട്? തിരുസഭയുടെ നടപടി പ്രകാരം അനുവദനീയമായ തന്റെ ഭർത്താവുമല്ലാതെ മറ്റാരെങ്കിലുമായി ഏതെങ്കിലും വ്യക്തിയുമായി പങ്കുവച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയെയും ഭർത്താവിനെയും അപ്പനെയും അമ്മയെയും മറ്റുള്ളവരെയും നിങ്ങൾക്ക് വഞ്ചിക്കാമായിരിക്കാം, ആരും അറിയാതെ ചെയ്യാമായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, സർവശക്തനായ ദൈവത്തിന്റെ കണ്ണിൽ മണ്ണിടാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. ദൈവത്തിന് എല്ലാം അനാവൃതമാണ്. അവന്റെ കണ്ണിൽ നിന്നും ഒന്നും മറയ്ക്കാൻ സാധ്യമല്ല. ആ സത്യം ആദ്യമായി മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് ചിന്തിച്ചു നോക്കുക, എന്റെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ വിവാഹമെന്ന് പറയുന്ന കൂലാശയുടെ പരിപാവനത എന്തുകൊണ്ടാണ് പലരും മനസ്സിലാക്കാത്തത് എന്ന് ചിന്തിച്ചു പോവുകയായിരുന്നു. ഈ അടുത്ത നാളില് ഞാനൊരു മനുഷ്യനോട് സംസാരിക്കുകയായിരുന്നു. ഭാര്യയുമുണ്ട് ഭർത്താവുമുണ്ട്. സംസാരമെത്തി അവർ പറയുകയാണ്, ഇയാൾക്ക് ആകെപ്പാടെ 10 സെന്റ് സ്ഥലവും ഒരു വീടും ഒരു ജീപ്പുമാണ് ഉള്ളത്. ഈ ജീപ്പ് മറ്റൊരു വണ്ടിയായി ഇടിച്ചു. അങ്ങനെ 10-20,000 രൂപയുടെ വർക്ക് വന്നു. പലിശ ഒന്നും വാങ്ങിക്കാതെ ഇവന്റെ സ്നേഹിതൻ 25,000 രൂപ ഈ ജീപ്പ് നന്നാക്കാനായിട്ട് കൊടുത്തു. 1 കൊല്ലത്തിനകം കൊടുത്തേച്ചാ മതി എന്ന് പറഞ്ഞ് ഈ കാശ്, പലിശ ഒന്നും വേണ്ട. അവൻ വന്നേച്ച് അവന്റെ ഭാര്യയോട് പറഞ്ഞു, എടി ഇന്നയാള് 25,000 രൂപ വണ്ടി നന്നാക്കാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പലിശ ഒന്നും കൊടുക്കുകയും വേണ്ട, 1 കൊല്ലത്തിനകം കാശ് തിരിച്ചു കൊടുത്താൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓഹോ, നിങ്ങൾക്ക് ഇത്രയും നല്ല കൂട്ടുകാരൊക്കെ ഉണ്ടോ? ദൈവത്തിന് സ്തുതി എന്ന് അവള് പറഞ്ഞു. എടി അവനെ നിന്നെ കാണാൻ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ എന്നെ കാണാൻ വരുന്നത്? ഓ, നീ ഒരു പ്രാവശ്യത്തേക്കൊന്ന് സമ്മതിച്ചു കൊടുക്ക്, അത്രേ ഉള്ളു. കണ്ട 25 രൂപ കിട്ടിയപ്പം ഭാര്യയുടെ ശരീരം വിൽക്കാം. നോക്കണേ ആ പുരുഷന്റെ സങ്കല്പം. ചിന്തിച്ചു നോക്കണം, എത്ര നീചമാണ്, നികൃഷ്ടമാണ്. അല്പം പൈസയ്ക്ക് വേണ്ടി സ്വന്തം ഭാര്യയുടെ ശരീരം ഒരു മടിയും കുസലും കൂടാതെ മറ്റൊരു പുരുഷനെ വിട്ടുകൊടുക്കുന്ന മൃഗം എന്ന് എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ചിന്തിച്ചോണം, എന്റെ ഭർത്താവല്ലാതെ ലോകത്തിൽ മറ്റാർക്കും എന്റെ വിശുദ്ധിയിലേക്ക്, ദാമ്പത്യ വിശുദ്ധിയിലേക്ക്, ചാരിത്രശുദ്ധിയിലേക്ക് കടന്നു കളിക്കാൻ സാധ്യമല്ല. അത് നിങ്ങൾ ഓർത്തണം. പലപ്പോഴും ചിന്തിച്ചോണം. പലപ്പോഴും ഭർത്താവിന്റെ ചേട്ടനുമായിട്ട്
അനിയനുമായിട്ട്, കസിനായിട്ട്, പണിയാൻ വരുന്നവനായിട്ട്. ഈയിടെ അടുത്ത നാളില് ഒരു സ്ത്രീ കൗൺസിലിംഗ് നടത്തി കൊടുത്ത് പറയുകയായിരുന്നു, ഇവിടുത്തെ കാര്യമല്ല, നാട്ടിൽ 2-3 മാസങ്ങൾക്ക് മുമ്പ് കൈകാര്യം ചെയ്തൊരു കേസാണ്. അവൾ പറയുകയായിരുന്നു, എൻ്റെ അച്ഛ, ഞാൻ ഒരു കല്യാണ വിരുന്നിൽ പങ്കെടുക്കുകയായിരുന്നു. ഞങ്ങളുടെ അനിയൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളുടെ മകൻ്റെ നാത്തൂൻ്റെ. എൻ്റെ അച്ഛ, അവിടെ വെച്ച് ഭർത്താവിൻ്റെ പെങ്ങളുടെ മകൻ്റെ കല്യാണമാണ്. അപ്പോൾ പന്തലിൽ വിളമ്പുന്ന മുഴുവൻ ഭർത്താവിൻ്റെ അനിയനും ഒക്കെ കൂടിയാണ് വിളമ്പുന്നത്. എനിക്ക് 2 പിള്ളേരുണ്ട്. മൂത്തതിന് 4-5 വയസ്സുണ്ട്, രണ്ടാമത്തത് പെങ്കൊച്ച 2 വയസ്സേ ഉള്ളൂ. ഞാൻ ഈ പെങ്കൊച്ചിനെ വെച്ചുകൊണ്ട് പന്തലിരുന്ന് ചോറുണ്ണുമായിരുന്നു അച്ഛാ. അപ്പം വിളമ്പി വന്നപ്പം ഭർത്താവിൻ്റെ അനിയൻ ആട്ടിറച്ചി വിളമ്പിയത്. വിളമ്പി വന്നപ്പം എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കിനും മടി കൊച്ചിരിക്കുകയാണല്ലോ. ഇവൻ ചോദിച്ചു, മോക്ക് ഒരു കഷ്ണം വെക്കട്ടെ എന്ന് ചോദിച്ചു. എൻ്റെ അച്ഛ, എൻ്റെ ചങ്ക് തകർന്നു പോയി. എനിക്ക് ചിന്തിക്കാൻ പോലും വേല. ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം മാസം 3 ഈ പറഞ്ഞ പെങ്ങളുടെ മോൻ്റെ കല്യാണം 3 മാസമായി. അന്ന് മുതൽ എനിക്ക് ഉറക്കമില്ല, എൻ്റെ ചങ്ക് ഉരുകിയ. അച്ഛൻ ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് സഹായിക്കുക, എനിക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം പറഞ്ഞതാണ്. അതിന് നമ്മളതിനകത്ത് ഇത്ര വലിയ പ്രശ്നം ഇരിക്കുന്നതാ. മോക്കൊരു കഷ്ണം വെക്കട്ടെ എന്ന് ഭർത്താവിൻ്റെ അനിയൻ ചോദിച്ചെങ്കിൽ അതിനെത്ര വിഷമിക്കാതിരിക്കുന്നതാ. അച്ഛാ, ദൈവത്തിനും എനിക്കും അവനും മാത്രം അറിയത്തുള്ളൂ അത് അവൻ്റെ കൊച്ചാന്നുള്ളത്. അതുകൊണ്ടാണ് എൻ്റെ മോക്കൊരു കഷ്ണം വെക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഞാൻ ചങ്ക് പൊട്ടിപ്പോയത്. എൻ്റെ മോള് അവൻ്റെ മോള് തന്നെയാ. എൻ്റെ അച്ഛ, എൻ്റെ ഭർത്താവിനെ ഞാൻ എത്ര നാൾ വഞ്ചിക്കും? എൻ്റെ ഭർത്താവിന് അറിയത്തില്ല സത്യം. എനിക്ക് പറയാമോ അച്ഛ? ഞാൻ പറയട്ടെ, എന്നെ കൊന്നുകളയുമായിരിക്കും പറഞ്ഞാൽ. ഞാൻ എന്താ അച്ഛ ചെയ്യേണ്ടത്? എന്ത് ചെയ്യും സഹോദരങ്ങളെ? എന്ത് ചെയ്യും? അതാണ് ചിന്തിക്കേണ്ടത്. ചിന്തിച്ചു വേണം. അതുകൊണ്ട് ഇതിലും ഭേദം മരിക്കുക മക്കളെ, ഇതിലും ഭേദം മരിക്കുക. അതുപോലെ തന്നെയാ ഭർത്താക്കന്മാർ, നിങ്ങൾ ചിന്തിച്ചു വേണം. ഭാര്യമാരുടെ ചേട്ടത്തിമാര്, അനിയത്തിമാര്, കസിൻസ്, പണിയാൻ വരുന്നവന്, മുറ്റം തൂക്കാൻ വരുന്നവന്, വെള്ളം കോരാൻ വരുന്നവളുമായിട്ട് ചിന്തിച്ചോണം. എന്റെ പെങ്ങന്മാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, പ്രസവിക്കാൻ സമയമാകുമ്പോ ഉണ്ടല്ലോ, സഹായത്തിന് അനിയത്തിയെ വിളിക്കണ്ട, തന്നെ പ്രസവിച്ചാ മതി, തമ്മെ സഹായിച്ചോളും. അനിയത്തിയുടെ കൂട്ട് അയ്യോ അത് വേണ്ട. എന്തിനാന്ന് ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടാക്കുന്നത്? 4 ദിവസം ആശുപത്രിയിൽ അനിയത്തി എന്ന് ഉറക്കളിയായി മടുത്തു. അതുകൊണ്ട് ഇന്നൊരു ദിവസമൊക്കെ ഉറങ്ങാൻ വീട്ടോട്ട് വിട്ടിരിക്കുക. അവിടെ വേറെ ആരുണ്ട്? നിന്റെ ഭർത്താവുണ്ട്. ആ സാഹചര്യം ഉണ്ടാക്കണം. അത് വേണ്ട മക്കളെ, അത് വേണ്ട. അതുകൊണ്ട് ആ കാര്യം കൂടി ഒന്ന് ഓർത്തുകൊള്ളുക. സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ചിലപ്പം തമ്പുരാൻ നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകാൻ, ജീവനുള്ള ബീജം നൽകാൻ സാധ്യമല്ലായിരിക്കാം. അതാണ് നിങ്ങളുടെ വിധിയെങ്കിൽ അത് മതി. നിന്റെ ഭർത്താവിലൂടെ ദൈവം നിനക്ക് കുഞ്ഞിനെ തരുന്നില്ലെങ്കിൽ മക്കളെ വേണ്ട. ഭർത്താവിനാണ് കുഴപ്പമെന്ന് പരിശോധനയിൽ മനസ്സിലായി എങ്കിൽ മക്കളെ വേണ്ട. ഓരോ സവിശേഷത. ലോഡ്ജിലും ഹോട്ടലിലും കഴകത്തുള്ള കൂട്ടുകാരനെ ഒരുക്കി നിർത്തിയിരിക്കുക, കൊണ്ടുപോവുക. എന്നിട്ട് എങ്ങനെ പറയാതിരിക്കും? പശുവിനെ കൊണ്ടുപോകുന്ന പോലെ. മക്കളെ വേണ്ട. ഭർത്താവിലൂടെ ദൈവം എനിക്ക് കുഞ്ഞിനെ തരുന്നില്ലേ? വേണ്ട. ഒരു കൂട്ടുകാരന്റെയും സഹായത്തോടുകൂടിയുള്ള കൊച്ച് വേണ്ട, വേണ്ടെന്ന്. മക്കളുണ്ടാകണം നിർബന്ധമില്ല. വിവാഹം എന്ന് പറയുന്ന കൂതാശ ജീവിക്കാൻ നോട്ട് നെസസറി. മക്കളുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മക്കളെ തമ്പുരാൻ തന്നാൽ ദൈവത്തിന് ഇഷ്ടമുള്ളവരാക്കി അവരെ വളർത്തുക എന്ന് പറയുന്നത് കൂതാശയുടെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. ശരിയാണ്, മക്കൾ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആ സത്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ വിവാഹം എന്ന് പറയുന്ന കൂതാശയുടെ കൗതാശിക വശമാണ് കണ്ടത്. ഒരു നിമിഷം കണ്ടിടത്തോളം ഭാഗം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒറ്റ നിമിഷം, ഞാൻ 1 മിനിറ്റ് കൊണ്ടെന്ന് ആവർത്തിക്കാൻ പോവുകയാണ്. ഈ 1 മണിക്കൂർ കണ്ടത് മുഴുവനും ഒറ്റ മിനിറ്റ് കൊണ്ട്. മനുഷ്യൻ ആഗ്രഹിക്കുന്നത് സമാധാനം. അതിന് നല്ല മനുഷ്യരുണ്ടാകണം, അതിന് കുടുംബം ശരിയാകണം. കാരണം മനുഷ്യർ വളർത്തപ്പെടുന്ന കുടുംബത്തിലാണ്. കുടുംബം വിവാഹം തുടർന്ന് കൂതാശ കൊണ്ട് ആരംഭിക്കുന്നു. കൂതാശയുടെ അർത്ഥം സ്വയം ഈശ്വരനെ അനുഭവിച്ചുകൊണ്ട് ജീവിത പങ്കാളിക്ക് ഈശ്വരനെ അനുഭവിക്കാൻ സഹായിക്കലാണ്. എങ്കിൽ എന്നെ സ്നേഹിക്കാനല്ല, എനിക്ക് സ്നേഹിക്കാനാണ്. എങ്കിൽ എന്റെ ജീവിത പങ്കാളി ഏത് സൈസായിരുന്നാലും സ്നേഹിക്കാം. ഭാര്യ ഭർത്താക്കന്മാരുടെ കൂതാശയുടെ സ്നേഹം ഇന്നതാണ്. ആ സ്നേഹം ജീവിച്ചാൽ കാണിക്കുന്ന അടയാളമെല്ലാം കൗതാശിക അടയാളമാണ്. കൂതാശ പൂർത്തിയാകുന്നത് ചാരിത്രശുദ്ധി, ദാമ്പത്യ വിശുദ്ധിയും കൂടെ ജീവിക്കുമ്പോഴാണ്. ഇത്രയുമാണ് നമ്മൾ ഈ 1 മണിക്കൂർ കണ്ടത്.
നമുക്ക് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് വന്നൊരു പാട്ട് പാടിയിട്ട് ഇനി തുടങ്ങാം. പാടിയിടുന്നേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ